വളരെ സൈലൻ്റ് ആയിട്ട് അത്യാവശ്യം ക്യാഷ് ബാക്കും അതുപോലെ തന്നെ റിവാർഡും നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ പേ. ആമസോണിൻ്റെ മൊബൈൽ പേയ്മെൻറ്റ് സെക്ഷനാണ് ആമസോൺ പേ. ഗൂഗിൾ പേ, ഫോൺ പേ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മൊബൈൽ ആപ്പോ കാര്യങ്ങളൊന്നും ആമസോൺ പേക്കില്ല. ഇ കൊമേഴ്സ് ആപ്പായ ആമസോണിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് ആമസോൺ പേ എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ പലരും ഈ ഒരു ആമസോൺ പേ സർവീസ് വലുതായിട്ട് ഉപയോഗിക്കാത്തത്. ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും പേടിഎം ഒക്കെ ആണെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് ആയതിനാൽ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി ഉപയോഗിക്കുകയും ചെയ്യും. എന്നാൽ ആമസോൺ പേക്ക് ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് ഇല്ലാത്തതിനാൽ നമ്മൾ അതിൻ്റെ കാര്യം പലപ്പോഴും വിട്ടു പോകും. നമ്മൾ ആമസോൺ മിക്കപ്പോഴും ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ നമ്മൾ ആമസോൺ ആപ്പ് അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല, പലപ്പോഴും വിട്ടു പോകുന്നതാണ് കാരണം. എന്തുകൊണ്ടാണ് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ പോലെ ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് ആമസോൺ പേക്ക് വേണ്ടി ഇറക്കാത്തതെന്ന് അറിയില്ല. എന്തായാലും വന്നിരുന്നെങ്കിൽ നന്നായേനെ. നിങ്ങളിൽ ആരെങ്കിലും ആമസോൺ പേ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ആമസോൺ പേയിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ നിലവിലെ ഓഫേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മുടെ നോർമൽ ആമസോണിൻ്റെ ഷോപ്പിംഗ് ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് ആമസോൺ പേ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ആമസോൺ പേ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരുന്നത്. അല്ലാതെ ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പ് ആമസോൺ പേക്കില്ല. ആമസോൺ പേ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ റുപ്പേ വേരിയൻ്റെ ക്രെഡിറ്റ് കാർഡും UPI ലിങ്ക് ചെയ്ത് ഈ ഒരു ആമസോൺ പേ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് ആമസോൺ പേ വാലറ്റാണ്. നമുക്ക് വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റും റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഫുൾ KYC വാലറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ P2P പേയ്മെൻറ്റും അതുപോലെ തന്നെ P2M പേയ്മെൻറ്റും ആമസോൺ പേ വാലറ്റിലെ ബാലൻസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് കാർഡ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതിൽ നമുക്ക് നമ്മളുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെക്കാം. അത് സപ്പോർട്ട് ചെയ്യുന്ന പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. മറ്റൊന്ന് ആമസോൺ പേ ലേറ്റർ ആണ്. നമുക്ക് ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ഒക്കെ പോലെ ആമസോണും വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ടൈപ്പായിട്ട് പേ ലേറ്റർ സംവിധാനം നൽകുന്നുണ്ട്. സോ അതിൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആമസോൺ പേ ലേറ്റർ സെക്ഷനിൽ വരുന്നത്. പിന്നെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പിന്നെ വരുന്ന മണി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സ്കാൻ QR കോഡാണ്. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ സെൻഡ് മണിയാണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു അല്ലെങ്കിൽ UPI ID എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ സെൽഫ് ട്രാൻസ്ഫർ ആണ്. നമ്മുടെ തന്നെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഫണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷൻ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSCയും അടിച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഷോ QR കോഡ് നമ്മുടെ UPI ID വെച്ചുള്ള QR കോഡ് നമുക്ക് കാണാനും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാനും സാധിക്കും. പിന്നെ പോക്കറ്റ് മണി, അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു UPI സർക്കിളിനെ പറ്റി. ആ ഒരു സെയിം ഫീച്ചർ തന്നെയാണ്. പോക്കറ്റ് മണിയെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കാണുക. പിന്നെ നെക്സ്റ്റ് വരുന്ന മൊബൈൽ റീചാർജ് ആണ്. വിവിധ നെറ്റ്വർക്കുകളുടെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ പേ ബിൽസ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ്, LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്, പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ്, ബ്രോഡ്ബാൻഡ് ബിൽ പേയ്മെൻറ്റ്, പൈപ്പടി ഗ്യാസ്, കേബിൾ TV, മുനിസിപ്പൽ ടാക്സ്, വാട്ടർ ബിൽ പേയ്മെൻറ്റ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്ന ട്രാവൽ കാറ്റഗറിയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പ് വഴി തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇത് പവേഡ് ബൈ മേക്ക് മൈ ട്രിപ്പ് ആണ്. മേക്ക് മൈ ട്രിപ്പുമായിട്ട് ടൈപ്പായിട്ടാണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗിഫ്റ്റ് കാർഡാണ്. നമുക്ക് ഈ ഒരു ആമസോൺ പേ ഉപയോഗിച്ച് വിവിധ ബ്രാൻഡുകളുടെ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്പിൽ ഡയറക്റ്റായിട്ട് ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം മേക്ക് മൈ ട്രിപ്പിൻ്റെ വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് 2% ഡിസ്കൗണ്ട് ലഭിക്കും. എന്നിട്ട് ആ ഒരു വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് വൗച്ചർ പർച്ചേസ് ചെയ്യാനും സാധിക്കും വിത്ത് ഡിസ്കൗണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട്. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് സൗജന്യമായിട്ട് അറിയാം. ഡിജിറ്റൽ കോഡ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ പേഴ്സണൽ ലോൺ, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള കുറച്ച് ഫൈനാൻഷ്യൽ റിലേറ്റഡ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വിവിധ ബ്രാൻഡുകളുമായി ടൈപ്പായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഗെയിമിംഗ് സെക്ഷനിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ബുക്ക് മൈ ഷോ ആണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ബുക്ക് മൈ ഷോയുടെ സെപ്പറേറ്റ് ആപ്പ് കിപ്പ് ചെയ്യേണ്ട ആമസോൺ പേക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ബുക്ക് മൈ ഷോയിൽ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ താഴേക്ക് പോകുമ്പോൾ ഡെയിലി ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഇവർ ICICI ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് ഫാസ്റ്റാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അത് റീചാർജ് ചെയ്യാം. പിന്നെ മെട്രോ കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. NCMC കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ആമസോൺ പേക്കുള്ളിൽ ലഭ്യമായിട്ടുള്ള സർവീസുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഫേഴ്സിലേക്ക് വരാം. ഓഫേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ഓഫേഴ്സിൻ്റെ അത് ഉണ്ട്. പക്ഷേ നമുക്ക് അത് നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവുകയില്ല. നമ്മൾ ആ ഒരു ഓഫർ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കളക്ട് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഫർ നേടുവാനായിട്ട് സാധിക്കൂ. അതാണ് ഒരു മെയിൻ പ്രശ്നം. നമ്മൾ നോക്കി ആ ഒരു ഓഫർ ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഓഫറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ചില മൈൽ സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൈൽ സ്റ്റോൺ ബേസ്ഡ് ആണ്. നമ്മൾ ഒരു സൂപ്പർ ഓഫർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഷോപ്പിംഗ് കാറ്റഗറിയിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഓഫറാണിത്. ഈ ഒരു ഓഫർ ഇപ്പോൾ ലോക്ക്ഡ് ആണ്. ഇത് അൺലോക്ക് ആകണമെന്നുണ്ടെങ്കിൽ ആമസോൺ പേ വഴി
ആരെങ്കിലും ഒരാൾക്ക് ഒരു മിനിമം 1 രൂപ അയച്ചാൽ മതിയാകും. പിന്നെ ആ ഒരു ഓഫറിൻ്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ ആ രീതിയിൽ നമ്മൾ ആർക്കെങ്കിലും ആമസോൺ പേ വഴി 1 രൂപ മിനിമം ഒന്ന് അയച്ചു, അപ്പോൾ ഇത് ഓഫർ അൺലോക്ക് ആകും. എന്നിട്ട് ആ ഓഫർ കളക്ട് ചെയ്ത് ശേഷം നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ സ്കാൻ ആൻഡ് പേക്ക് ഇപ്പോൾ നിലവിൽ ഒരു ഓഫർ റൺ ആവുന്നുണ്ട്. നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 1% നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. അങ്ങനെ ഒരു മാസം മാക്സിമം നേടാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് 50 രൂപ വരെയാണ്. നമുക്ക് എന്തായാലും ഓരോ ട്രാൻസാക്ഷനിലും ക്യാഷ് ബാക്ക് കിട്ടും. മിനിമം 2 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ഓരോ ട്രാൻസാക്ഷനിലും കിട്ടും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ ഒരു ഓഫറുണ്ട്, അത് അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഈ ഒരു ഓഫർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടും, അതായത് അൺലോക്ക് ചെയ്ത് കിട്ടും. ഈ ഒരു ഓഫറിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നോക്കുക. നമുക്ക് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാലിഡിറ്റി ഉണ്ടാകും, അത് ഓരോ ഓഫറിനും ഉണ്ടാകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ള മറ്റ് ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് ഒരു റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ ഓഫർ വരുന്നുണ്ട്. അത് ആമസോൺ പേ ICICI ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഫ്ലാറ്റ് 2% ക്യാഷ് ബാക്ക് ആണ് കിട്ടുക. നെക്സ്റ്റ് വരുന്നത് ആമസോൺ പേ UP ഉപയോഗിക്കുമ്പോഴാണ്. മിനിമം ഓർഡർ വാല്യൂ 500 രൂപയാണ്. നമുക്ക് അപ് ടു 10 രൂപ ക്യാഷ് ബാക്ക് ആണ് നേടുവാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മൾ പല ഓഫേഴ്സ് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് 20 സ്ക്രാച്ച് കാർഡായിട്ടായിരിക്കും വരുന്നത്. ഓരോ സ്ക്രാച്ച് കാർഡിനും ഓരോ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. അതിന് മുമ്പേ നമ്മൾ സ്ക്രാച്ച് ചെയ്തൊരു ഓഫർ നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാർഡ് സ്ക്രാച്ച് ചെയ്തപ്പോൾ അപ് ടു 300 രൂപ ക്യാഷ് ബാക്കിൻ്റെ ഒരു ഓഫറാണ് ഫാഷൻ കാറ്റഗറിയിൽ. നമ്മൾ ഫാഷൻ കാറ്റഗറിയിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് മിനിമം ഓർഡർ വാല്യൂ 100 രൂപയാണ്. 3% അപ് ടു 300 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക. ഇനി മറ്റൊരു കാർഡ് നമുക്ക് അൺലോക്ക് ചെയ്യാം, അത് എക്സ്പയർ ആയിപ്പോയി. അടുത്ത നോക്കാം. ഇത് വരുന്നത് ഡെയിലി എസെൻഷ്യൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3% അപ് ടു 300 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ 100 രൂപയാണ്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്കൊരു ഓഫർ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ മറ്റൊരെണ്ണം നമ്മൾ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് 50 രൂപ ക്യാഷ് ബാക്ക് ആണ്. അത് ആമസോൺ പേ ലേറ്റർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ്. മിനിമം ഓർഡർ വാല്യൂ 300 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ക്രാച്ച് കാർഡും നമ്മൾ ഈ രീതിയിൽ സ്ക്രാച്ച് ചെയ്ത് ഓഫർ അൺലോക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ കുറേയധികം ഓഫേഴ്സ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ മണി ട്രാൻസ്ഫർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആമസോൺ പേ വഴി നമ്മൾ ആർക്കെങ്കിലും പണം അയക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് 10 റുപ്പീസ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ 50 രൂപയാണ്. മിനിമം 50 രൂപയെങ്കിലും നമ്മൾ അയക്കണം. അപ്പോൾ നമുക്ക് 10 രൂപ അപ്പോൾ തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഒരു സ്റ്റാർട്ട് ഡേറ്റും അതുപോലെ തന്നെ ഇൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ആമസോൺ പേ വാലറ്റ് ഉപയോഗിച്ചായിരിക്കണം നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ആമസോൺ വാലറ്റിലെ ഫണ്ട് നമ്മൾ വേറൊരു വ്യക്തിക്ക് മിനിമം 50 രൂപ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ അപ്പോൾ തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. പിന്നെ വരുന്ന മറ്റൊരു ഓഫർ നേരത്തെ കണ്ട സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ഓഫറാണ്. അപ് ടു 10 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ 20 രൂപയാണ്. നമ്മൾ ഈ ഒരു ആമസോൺ പേൻ്റെ QR കോഡ് സ്കാനർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് ആമസോൺ പേയിൽ താഴെയായിട്ട് റിവാർഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓഫേഴ്സും ഇവിടെ കാണാം. ഈ ഒരു ആമസോണിൽ തന്നെ പല കാറ്റഗറി ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് സേവ് കാറ്റഗറി പർച്ചേസ് ആണെങ്കിൽ ഫ്ലാറ്റ് 75 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും നെക്സ്റ്റ് 3 ഡെലിവറിയിൽ. പിന്നെ നോർമൽ ഷോപ്പിംഗ് കാറ്റഗറിയിൽ ഫ്ലാറ്റ് 50 രൂപ ക്യാഷ് ബാക്ക്. മിനിമം ഓർഡർ വാല്യൂ 750 രൂപയാണ്. ആമസോൺ പേ UP ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ആമസോൺ പേ ലേറ്റർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഓഫറുണ്ട്. പിന്നെ പെസ്റ്റ് കൺട്രോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഫ്ലാറ്റ് 1000 രൂപ ക്യാഷ് ബാക്ക്. മിനിമം 22,000 രൂപയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹോം ഇംപ്രൂവ്മെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് അപ് ടു 75 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. 7.5% അപ് ടു 75 രൂപ. മിനിമം ഓർഡർ വാല്യൂ 500 ആണ്. പിന്നെ കിച്ചൺ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 15% അപ് ടു 2000 രൂപ ക്യാഷ് ബാക്ക് നേടാം. മിനിമം ഓർഡർ വാല്യൂ 499 രൂപയാണ്. അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ ആമസോണിലെ ഓഫേഴ്സ് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത് ഓരോന്നും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫർ കളക്ട് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഓഫർ കിട്ടുകയുള്ളൂ. പിന്നെ ഫാഷൻ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി ബ്രാൻഡുകളുടെ പർച്ചേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഫർ വരുന്നുണ്ട്. അതിനൊക്കെ കോഡ് നമുക്ക് ലഭിക്കാം. ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതിയാകും. ലെൻസ് കാർഡിൻ്റെ 1 ഇയർ ഗോൾഡ് മാക്സ് മെമ്പർഷിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. നോർമലി ഈ മെമ്പർഷിപ്പിന് 999 രൂപ എന്തോ ചാർജ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു ഓഫർ കളക്ട് ചെയ്ത സമയത്ത് നമുക്കൊരു കോഡ് കിട്ടും. കോഡ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ ഓഫർ വരുന്നുണ്ട്. നമുക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് മിനിമം ഓർഡർ വാല്യൂ 750 രൂപ വന്നു കഴിഞ്ഞാൽ അപ്പോൾ 50 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ആമസോൺ അലക്സ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 രൂപ ക്യാഷ് ബാക്ക് നേടാം. മിനിമം ഓർഡർ വാല്യൂ 400 രൂപയാണ്. അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ ആമസോണിനുള്ളിൽ ഓരോരോ കാറ്റഗറിയിൽ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ഈ ഒരു ആമസോൺ പേ റിവാർഡ് സെക്ഷൻ നോക്കുക. എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കുക. ഓഫർ കളക്ട് ചെയ്യുക. എന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. നമുക്ക് ട്രാവൽ കാറ്റഗറിയിൽ ഓഫർ വരുന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 10% അപ് ടു 1000 രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ 1 രൂപയാണ്. പിന്നെ എക്സിഗോയിൽ വരുന്നുണ്ട്. അത് വിൻ അപ് ടു 500 രൂപ ക്യാഷ് ബാക്ക് ആണ്. മിനിമം ഓർഡർ വാല്യൂ 4999 രൂപയാണ്.
പിന്നെ എക്സിക്കോയിൽ വേറൊരു ഓഫർ വരുന്നുണ്ട്. മിനിമം ഓർഡർ വാല്യൂ 899 രൂപയുടേത്. പിന്നെ നമ്മൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലാറ്റ് 100 രൂപ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും. മിനിമം ഓർഡർ വാല്യൂ 1000 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 1000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മൾ ഈ ഒരു ഓഫർ കളക്ട് ചെയ്തിട്ട് ആമസോൺ വഴി ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1000 രൂപ പേ ചെയ്യുമ്പോൾ 100 രൂപ വരെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. സോ അതാണ് ഈ ഓഫേഴ്സിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. സോ ഇങ്ങനെ കുറേയധികം ഓഫേഴ്സ് നമുക്ക് ആമസോൺ പേയിൽ ലഭ്യമാണ്. അതൊക്കെ ജസ്റ്റ് നോക്കുക, ജസ്റ്റ് ഒരു റിമൈൻഡർ ആണ്. നിങ്ങൾ എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുന്ന മുമ്പ് ഇല്ലെങ്കിൽ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്ന മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇപ്പോൾ ആമസോൺ പേൻ്റെ ഒരു QR കോഡ് സ്കാനർ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 1% ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, അപ് ടു 50 രൂപ വരെയാണ് നമുക്ക് ഒരു മാസം മാക്സിമം നേടുവാനായിട്ട് സാധിക്കുക. പക്ഷേ ഓരോ പേയ്മെൻറ്റിൽ നമുക്ക് മിനിമം ഒരു 2 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് ഓഫർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ P2P പേയ്മെൻറ്റിൻ്റെ നമുക്ക് ഓഫർ വരുന്നുണ്ട്. പിന്നെ ആമസോൺ പേ വാലറ്റിലേക്ക് ഫണ്ട് ലോഡ് ചെയ്ത് വാലറ്റ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അത്യാവശ്യം ഓഫേഴ്സ് നമുക്ക് ഈ ഒരു ആമസോൺ പേയിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി